പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡമ്മി പരിശോധനയുമായി CBI. ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു. സിദ്ധാർത്ഥന്റെ ശരീരത്തിലെ മുറിവുകളും ക്ഷതങ്ങളും എങ്ങനെയുണ്ടായി എന്നറിയാനാണ് ശാസ്ത്രീയ പരിശോധന. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഡമ്മി പരിശോധനയിലേക്ക് CBI കടന്നിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ്? നികേഷ, പ്രാഥമികമായുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ CBI സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. അങ്ങനെയാണ് ഇന്ന് DIG ലൗലി കട്യാറുടെ നേതൃത്വത്തിലുള്ള CBI സംഘം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് എത്തുന്നത്. 2 SP അടങ്ങുന്ന സംഘമാണ് നിലവിൽ പൂക്കോട് സർവകലാശാലയ്ക്ക് അകത്ത് ഉള്ളത്. അവിടെ ഡമ്മി പരിശോധന പുരോഗമിക്കുകയാണ്. CBI SP സുന്ദർവേൽ, ഒപ്പം തന്നെ AK ഉപാധ്യായ എന്നിവർ അടങ്ങുന്ന സംഘം, ഡൽഹിയിൽ നിന്നെത്തിയ ഫോറൻസിക് സംഘം, ഇങ്ങനെ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ പൂക്കോട് സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ച ദിവസം അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോട് ഇന്ന് ക്യാമ്പസിലെത്താൻ നേരത്തെ തന്നെ CBI സംഘം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡമ്മി പരിശോധന നടത്തുക വഴി ഏതൊക്കെ രീതിയിലാണ് സിദ്ധാർത്ഥന്റെ ദേഹത്ത് മുറിവുകൾ ഏറ്റിട്ടുണ്ടാവുക, ഏതൊക്കെ തരത്തിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി CBI സംഘത്തിന് ചെയ്യാനുള്ളത്. മറ്റൊന്ന്, ഈ ക്യാമ്പസിനകത്ത് ശുചിമുറിക്കകത്താണ് ഈ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ ശുചിമുറിക്കകത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് സിദ്ധാർത്ഥനെ കണ്ടെത്തിയത്. അത് തൂക്കിക്കൊന്നതാണ് എന്നുള്ള ആരോപണം കുടുംബം ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുമ്പോൾ എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ ചിത്രീകരിക്കേണ്ടത് കൂടിയുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്, ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യ ദിനം തന്നെ നടന്നിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഗുരുതരമായ ഒരു വീഴ്ചയായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥ മരിക്കുന്ന ദിവസം മൃതദേഹം അവിടെ നിന്നും കെട്ടഴിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഈ ക്യാമ്പസിനകത്ത് ഡീൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ്. അന്ന് ഇപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ള പലരും ആ ഒരു കൃത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പോലും പോലീസോ പോലീസിന്റെ ഫോറൻസിക് സംഘമോ ആ മുറിയിലേക്ക് എത്തുകയോ വേണ്ട ആവശ്യത്തിലധികമുള്ള തെളിവുകളൊന്നും തന്നെ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവുകളുടെ കാര്യത്തിൽ വലിയ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രാഥമികമായ തെളിവ് ശേഖരണവും കൂടി CBI ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡമ്മി പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ അന്ന് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ നിന്നും CBI സംഘം മൊഴി എടുക്കും. സ്വാഭാവികമായും 20 ആളുകളാണ് ഇപ്പോൾ പ്രതികളായിട്ട് ജയിലിൽ കഴിയുന്നത്. അവർ നൽകിയിരിക്കുന്ന മൊഴികൾ, പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരിക്കുന്ന മൊഴികൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് CBI സംഘത്തെ സംബന്ധിച്ച്. നേരത്തെ തന്നെ അവിടെയുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ടാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ CBI സംഘം കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിശദമായി പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ മൊഴികൾ, ഒപ്പം തന്നെ ഇന്ന് ശേഖരിക്കുന്ന മൊഴികൾ, ഇതെല്ലാം തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യത എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘം ഉൾപ്പെടെ CBI സംഘം പൂക്കോട് സർവകലാശാലയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെയും അമ്മാവൻ ഷിബുവിന്റെയും മൊഴി CBI സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം ആ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. ഒപ്പം സിദ്ധാർത്ഥിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വൈത്തിരിയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി തന്നെ CBI സംഘം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ മൊഴികളും ശേഖരിച്ചുകൊണ്ട് ഇതിൽ ആരോപിക്കപ്പെടുന്ന കൊലപാതകം എന്ന ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് ഒരു വ്യക്തത വരുത്തുക, തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CBI സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ ദേഹത്തുണ്ടായിട്ടുള്ള പരിക്കുകൾ ഏതൊക്കെ വിധത്തിലുള്ളതാണ് എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി ഡമ്മി വെച്ച് പരിശോധന നടത്തുകയാണ് CBI.